ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് അത് എനിക്ക് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഞാൻ പുതിയ ഫോൺ മേടിച്ചാണ്. എനിക്ക് ഇപ്പം മൈൻക്രാഫ്റ്റിൻ്റെ ഫോൺ സപ്പോർട്ടാണല്ലോ, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ഈ തൊട്ട് കളിക്കാൻ പോകുന്ന ഗ്രാനി, പിന്നെ വേറെ ഹൊറർ ഗെയിംസ് ഒക്കെയാണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയുണ്ട്, എല്ലാവരും എടുത്ത് നോക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗ്രാനി മിക്കവർക്കും അറിയായിരിക്കും, ഇപ്പോൾ മിക്കവരും കളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് കളിക്കാൻ പോകുന്നത്. പിന്നെ ഈ കളിയിൽ നമ്മൾ സീബർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഓരോ ഇതിലും ഓരോ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് സീവറാണെങ്കിൽ അടുത്ത് കാറായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്യും. എന്നിട്ട് ഹാർഡിലോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സീവറാണ്. അപ്പോൾ നമ്മളിവിടെ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്കിവിടെ വെപ്പൺ കിട്ടി. ഇത് കൊണ്ടുതന്നെ വേഗം അവിടെ ചെന്ന് വെപ്പൺ ഗേറ്റ് തുറക്കാൻ വിചാരിച്ചാൽ അവിടെ ഗ്രാനി ഉണ്ടാവും. അത് കാരണം ഇങ്ങനെ ഒന്ന് കൊല്ലാന്ന് വിചാരിച്ച്. അപ്പം ഇതേ മര്യാദക്ക് വീണിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണ് ശബ്ദം കേൾക്കത്തില്ല, അതാണ്. അപ്പം ഗ്രാനിയും വന്നിട്ടുണ്ട് കൃത്യസമയത്ത്. കാരണം അവളുടെ 32 പല്ലും കാണിച്ചിട്ടുണ്ട്. തള്ളക്കൊന്ന് പല്ല് വെച്ചൂടി, അത് പറഞ്ഞു ഇവിടെ പല്ലേക്കാന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പം നമുക്ക് ചെയിൻ കട്ടർ ഇവിടെ ഇട്ടുണ്ട് കേട്ടോ. ചെയിൻ കട്ടർ കൊണ്ടേ നമുക്ക് സീബറിൻ്റെ അവിടെ പോയി ഇടണം കേട്ടോ. പിന്നെ ഇവിടെ കിച്ചണിലൊന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും പ്രത്യേകിച്ചൊരു സാധനം ഉണ്ടായിരുന്നില്ല. നമ്പറൊന്നും ചിലപ്പോൾ ആവശ്യം ഉണ്ടാകത്തില്ല, അവിടെ ചിലപ്പോഴേ പോവുള്ളൂ. വീൽ ക്രാങ്ക് ഉണ്ട്. ഇത് എന്തിനാ ഉപയോഗം എന്ന് എനിക്ക് മനസ്സിലായിട്ട് കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ തുറന്നു നോക്കണേ. ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കേൾക്കാമല്ലോ. അപ്പോൾ പ്ലേ ഹൗസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൊറർ സേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇങ്ങനെ തന്നെയായിരുന്നു, സീവറായിരുന്നു തോന്നുന്നു. ആ വീഡിയോയിൽ ഇങ്ങനെ പ്ലേ ഹൗസ് കീട്ട് തുറന്നിട്ട് അവിടെ കോബിയിൽ വെക്കാണ്ട് തന്നെ അവിടെ നിന്ന് റെസ്റ്റ് പാഡിലൊക്കെ എടുക്കണുണ്ടായിരുന്നു. അത് നമ്മൾ നോക്കണം കേട്ടോ, പറ്റില്ലെന്ന്. ഗൈസ് അത് വർക്കിംഗ് കേട്ടോ, ഗ്ലിച്ച് വർക്കിംഗ് ആണ്. അപ്പോൾ ഹൊറർ സേട്ടനോട് താങ്ക് യു പറഞ്ഞേക്കാം. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഹൊറർ സേട്ട ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹലോ പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ. റെസ്റ്റ് പാഡിലൊക്കെ നമ്മൾ അവിടെ തന്നെ കൊണ്ടുവിടണം കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. വേഗം അവിടെ ചെന്നുകൊണ്ടിരുന്നു. നമുക്ക് ഇപ്പം തന്നെ മറിച്ചിടണം, ഇല്ലെങ്കിൽ അല്ല വേറെ സമയത്തായിരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എന്തിനും ഇടവെന്ന് എനിക്ക് പറഞ്ഞു കേട്ടോ. സ്ഥലം മാറിപ്പോയതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഗ്രാനിയൊന്നും കാണാനില്ല. വേഗം ചെന്ന് ഞാനൊരു റെസ്റ്റ് പാഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വുഡൻ സ്റ്റിക്ക് കൂടി മതി, അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹാമർ വേണം. ഓ ഗൈസ്, ഗ്രാനി ഇപ്പം ചത്താനെ ഞാൻ, പക്ഷെ ഞാൻ ചത്തില്ല. ഇപ്പോൾ വല്ല എക്സ്ട്രീം വല്ല വരുന്നെങ്കിൽ ഇപ്പം ചത്താനെ, പക്ഷെ നോർമൽ ആയതാണ് കുഴപ്പമില്ല. നമ്മുടെ വീഡിയോസൊക്കെ വന്നേ ഉള്ളൂ. എക്സ്ട്രീം, ഹാർഡ്, എക്സ്ട്രീം ഇതൊക്കെ വന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇത് ഷോട്ട് ഗണ്ണിൻ്റെ പാട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വെക്കാനൊന്നും പോകണില്ല. നമുക്ക് അവിടെ പണിക്ക് ഉണ്ടല്ലോ, അതുപോലെ വേറെ ആവശ്യമുണ്ടെന്ന് തോന്നല്ല. പഠിപ്പിക്കൊടുക്കാൻ ബുക്കും കണ്ടുപിടിച്ച് നമ്മൾ. എന്ത് പറയണേ, ഇവിടെയാണെങ്കിൽ ഒന്നും ഇല്ല. അല്ലാത്ത സമയത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. വേഗം ബുക്ക് കൊണ്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ബുക്ക് വേറെ സ്ഥലത്ത് കൊണ്ടിടാം കേട്ടോ. മറ്റേ നമ്മളുടെ ഒരു ചെറിയൊരു സ്ഥലത്ത് കൊണ്ടിടാം നമുക്ക്. എന്നിട്ട് നമുക്ക് വെപ്പൺകി എടുത്തിട്ട് അവിടെ നേരെ അവിടെ പൂശ. വേഗം ഈ ബുക്ക് എടുത്ത് ഇവിടെ ഇട്ടേക്കാം. എന്നിട്ട് വെപ്പൺകി എടുക്കാം. ഇത്തിരി ലേറ്റ് വേണം. നാളെ എന്തായാലും സീവർ എസ്കേപ്പ് ചെയ്തിരിക്കോട്ടോ ഗൈസ്. വേഗം ഈ വെപ്പൺ കീ ഒന്നും എടുക്കണം കേട്ടോ. വേഗം എടുക്കൂ. ഇപ്പൊ ഗ്രാനി ഇപ്പം എന്നെ കൊന്നാണ് കേട്ടോ ഗൈസ്. ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഗ്രാനി അവിടെ ഉണ്ടാന്ന് പറഞ്ഞൂടാ. അതെ, ഞാനടെ പാവടാണ് കേട്ടോ. വേഗം നമുക്ക് ക്രോസ് ബോ എടുത്തിട്ട് നേരെ ഗ്രാനിയൊന്ന് പൂശ. അവിടെ ഡ്രോപ്പ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ അവള് അപ്പോഴത്തേക്കും വരും. അതോർത്തിട്ടാണ് ഞാൻ ഡ്രോപ്പ് ചെയ്തത്. അവിടെ ഹെഡ്ഷോട്ട് കണ്ണീട്ട് തന്നെ കൊണ്ടുണ്ട് കൃത്യം. ഹൊറർ സേട്ടന് ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്ന് അവള് ഹൊറർ സേട്ടൻ്റെ ചാനൽ നോക്കിയിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ഇത് പറയാൻ ഹൊറർ സേട്ടാ താങ്ക് യു. അവള് നേരെ നമ്മുടെ ബുക്ക് കൊണ്ട് പഠിപ്പിക്ക് കൊടുക്കണം. ഓക്കെ, നമുക്ക് പഠിപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാമർ എങ്ങനെയും തപ്പണം കേട്ടോ. ഹാമർ തപ്പണം, അതിനുള്ള പണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വേഗം ഇത് കണ്ടപ്പോഴത്തെ പേടിച്ചു കേട്ടോ. ഒരു ഗ്രാനിയുടെ അമ്മൂമ്മ ആരാണ്, ഞാൻ പേടിച്ചു വേഗം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റേ താഴത്തെ ചെളി വെള്ളത്തിൽ പോയിട്ട് നമ്മൾ അവിടെ ഉണ്ടാകുന്ന നോക്കാൻ പോണേന്ന്. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കോളടിച്ച്. അതുകൊണ്ട് നമ്മൾ
ചിലപ്പോൾ ജയിക്കുമായിരിക്കും, അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ് ഹാമറുണ്ട്, കൊണ്ടാ മതിയായിരുന്നു. ഓക്കെ കൊണ്ട് ഗൈസ് വേഗം നമുക്ക് എടുക്കണം. ആരുടെ ഇതൊക്കെ ഗ്രാനുവർ റിയൽ സംഭവം എന്നറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് നമുക്കിത് കൊണ്ട് പൊക്കത്തുണ്ട് എങ്ങനെയായാലും. ഗ്രാനി വന്ന് നമ്മള് മൂഞ്ചി. ഗ്രാനി 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 ചത്ത് ചത്തട്ടോ ഗൈസ്. എന്ത് പറയാനാ ഗൈസ്. ഡേ 1 തന്നെ എസ്കേപ്പ് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഇപ്പൊ ഡേ 2 ആയി. കുഴപ്പമില്ല, ഇത്തിരി ഡേയും കൂടി ഉണ്ട്, കാരണം കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ എന്താ ഹാമർ എടുക്കാനായിട്ട് പോകുന്നത്. ഹാമർ എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ പൊക്കത്തോട്ട് പോകും. പൊക്കത്തോട്ട് അവിടെ വുഡൻ സ്റ്റിക്ക് വല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഏരിക്കും, അറിഞ്ഞൂടാ. സേഫ്റ്റി വല്ലതൊക്കെ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. അതൊക്കെയായാലും ഇപ്പം നമ്മൾ ചെളിവെള്ളത്തിൽ പോവുകയാണ്. ഈ മറ്റേ നമ്മള് ബാക്ക് യാർഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പൊ ഗ്രാനുണ്ടോന്നൊക്കെ നോക്കണേണ് നമ്മളിപ്പോ ചെയ്യാൻ പോണെയാണ്. ഇപ്പൊ താഴത്തോട്ട് പോകണേണ് ഗൈസ്. എന്തായാലും ഇവിടെ വരെ ഒന്നാണ്. അപ്പൊ നമ്മളുടെ ഹൊറർ സെറ്റിന്റെ മറ്റൊരു ഗ്ലിച്ച് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഹൊറർ സെറ്റിന്റെ ആ ഒരു ഗ്ലിച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ്. അവിടെ മണി അടിക്കണം. അവിടെ പോയിട്ട് മണി അടിച്ചിട്ട് ഗ്രാനി വരുമ്പോ ഗൈസ് വർക്കിംഗ് ഹൊറർ സെറ്റം വെറുതെ സീന്. കാണില്ല ഗ്രാനി, അതെന്താന്ന് അറിയില്ല കേട്ടോ. അടിപൊളി ഗ്ലിച്ച്. എന്തായാലും നമുക്കിപ്പോ പോവാ. ഗ്രാനി ഞാൻ വിചാരിച്ചു ചത്തുപോയെന്ന് ഗൈസ്. അപ്പൊ നമുക്കിനി നേരെ പോയിട്ട് ഹാമർ എടുക്കണം. ഇത്തിരി ചടങ്ങാണ്, എന്നാലും കുഴപ്പമില്ല. ഇനി പൊക്കത്തോട്ട് പോകണം, അത് ഓർക്കുമ്പോഴാണ് വലിയൊരു ചടങ്ങാണ്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. നാളെ റോഡ് ടു 10 ലൈക്സ് മതി നമുക്ക്. റോഡ് ടു പിന്നെ 400K അത്രയും നമുക്ക് വേഗം അടിക്കണം കേട്ടോ ഗൈസ്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ടാർഗറ്റ് എത്രയാണെന്ന് അറിയാലോ, 10 ലൈക്ക്. അത് നമ്മളൊന്ന് ഫിനിഷ് ചെയ്തേക്കണം കേട്ടോ ഗൈസ്. അതുപോലെ പറയാൻ പറഞ്ഞത് നമുക്ക് ഇതാണ്ട് ഇവിടെ വുഡൻ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സിവർ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യണം, അതാണ് ഇത്തിരി വലിയ ചടങ്ങ്. ഇത് നേരെ ആ ഒരു കുഴിയിലോട്ട് ഇടണം, ആ കുഴിയിൽ നിന്ന് വീണ്ടും ആ കുഴിയിലോട്ട് ഇടണം. ഇത്തിരി ചടങ്ങ് തന്നെയാണ്. ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വേണം ഗൈസ് സ്പൈഡർ കീ എടുക്കാൻ. ഇത്തിരി ചടങ്ങാണ്, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ്. ലൈക്കൊക്കെ അടിക്കണേ ഗൈസ്. വുഡൻ സ്റ്റിക്ക് ഇവിടെ ഇട്ടുണ്ട്. ഗ്രാനിത്തുള്ള ചിപ്പ് ഇങ്ങോട്ട് വരുമായിരിക്കും. ഗൈസ് ഇതേ മഞ്ഞു. വീണ്ടും മഞ്ഞല്ലേ ഇവള്. ഇത് പറയാനാ ഗൈസ്. ഇതൊക്കെ കട്ടിടാണ്ട് പോണം. നേരെ നമുക്ക് പൊക്കത്തോട്ടല്ല, മറ്റേ നമ്മളുടെ ഇതെടുക്കാൻ പോവാ. ഇവിടെ ഒളിച്ചിരിക്കാം നമുക്ക് ഗൈസ്. ആകുമ്പോഴത്തേക്ക് വരത്തില്ല തള്ള ഗൈസ്. അപ്പൊ നമുക്ക് ഇപ്പൊ ക്രോസ് ബോ എടുക്കാം കേട്ടോ. ക്രോസ് ബോ ഒന്ന് എടുത്തിട്ട് ഗ്രാനിന്റെ പൂശ സ്പൈഡർ കീ എടുത്തിട്ട് നേരെ സിവറിലോട്ടാണ് എടുത്ത് ആളാ. ഗ്രാനത്തള്ള ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ്, പക്ഷെ വന്നില്ല ഗൈസ്. ക്രീക്കിംഗ് ഫ്ലോർസ് ഉണ്ടാവണ്ടാണല്ലോ, അല്ലാത്ത സമയത്ത് ക്രീക്കിംഗ് ഫ്ലോർസ് വരും കേട്ടോ ഗൈസ്. എവിടെയെങ്കിലും ക്രീക്കിംഗ് ഫ്ലോർസ് വരണ്ട അറിഞ്ഞൂടാ ഗൈസ്. വേഗം എങ്ങനെയും വന്നാൽ മതി കേട്ടോ. കാക്കൊക്കെ ഉണ്ട് ഇവിടെ. ഗൈസ് ഇത് വന്നു കണ്ട അവിടെ നെഞ്ചത്തിട്ട് തന്നെ ഞാൻ മുട്ടത്. 5-6 മണിക്കൂറത്തേക്ക് ചാടാ ശരിക്കും നെഞ്ചത്തിട്ട് തന്നെ കുത്തിയത്. നമ്മള് നേരെ സ്പെഷ്യൽ കീ എടുത്തിട്ട് നമ്മുടെ സ്പൈഡർ കീ എടുത്തിട്ട് വേഗം സിവറിലോട്ടാണ് എടുത്താട് ചാടാം. ഓക്കെ ഗൈസ്, സിവറിലോട്ട് ഗൈസ് ചാടുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്തേക്കട്ടെ. ഓക്കെ ഗൈസ്, ഇനി എടുത്ത് ചാടണം ഗൈസ്. ഇനി നമുക്ക് ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഇത് ഇത്തിരി ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് വീഡിയോയുടെ ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്തിരി ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. ഇനി ഇതെടുത്ത് വേറെ സ്ഥലത്തോട്ടാക്കണം, എന്നാലേ വേഗം ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഈ റെസ്റ്റി പാഡ്ലോക്ക് ലാസ്റ്റത്തെ ഷെയിൻ കട്ടറാണ് നമുക്ക് ആദ്യമേ ഉണ്ട് അവിടെ ഇടേണ്ടത്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഇപ്പം എന്തായാലും ആ തള്ള അങ്ങോട്ടേക്ക് പോകും. അതിന് തൊട്ട് ഏതാണ്ട് ഇനി ഗൈസ് എനിക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് ചെറിയ വഴിയായത് കാരണത്തേക്കണ്ട. ഇപ്പൊ തന്നെ അവളവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ വായിച്ചൊന്നും കൊടുത്താനെ. ഇപ്പം ഭാഗ്യത്തിൽ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യട്ടെ. എല്ലാം കൂടി നമ്മൾ വന്നിട്ട് സുഖമായിട്ട് തുറക്കുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഭാഗ്യത്തിന് അവളിവിടെ ഇല്ല, ചത്തില്ല എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. ഓക്കെ ഗൈസ്, ഇനി റെസ്റ്റ് പല്ലൊക്കെ അവിടെ ചെയ്യണം. അവിടെ ഒരിടത്തുണ്ടാ. കണ്ട് ഗൈസ് തൊട്ടടുത്ത് വന്ന് ആട്ടോ നമ്മള്
പോയിട്ട് ഈ സ്ഥലം ഇത്തിരി ശോകമാണ്. അതാണ് ഓക്കെ ഗൈസ്. റെസിപ്പി അല്ലോക്കി എങ്ങനെയാലും ഗൈസ് വുഡൻ സ്റ്റിക്കും കൂടി എങ്ങനെയാലും എടുക്കണം കേട്ടോ ഗൈസ്. ഈ തള്ളച്ചി കണ്ട് തിന്ന് നമ്മളെ. ഇനി ഡേ 3 പോകണം. ഒന്നും നോക്കണ്ട, സിവറിലോട്ടാണ് എടുത്താണ് ചാടുക. എവിടെയാണെങ്കിലും എടുത്താണ് ചാടുക. ആ വുഡൻ സ്റ്റിക്ക് കൊണ്ട് അവിടെ ഇടുക. എന്നിട്ട് നമുക്ക് വേഗം കളി ജയിക്കാൻ നോക്കാം. അവള് വരാണ്ടിരുന്നാ മതിയായിരുന്നു. വേഗം ചാട. ആക്ഷൻ കേട്ടോ, രജനീകാന്ത് കളിയാണ്. വേഗം പോണം. ഓക്കെ ഗൈസ്. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇതേ വന്ന തള്ളച്ചി. ഒന്ന് കട്ട് ചെയ്യണ്ട കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് കൂടുതലാണ്. അത് കാരണമാണ് അവള് കുറെ നേരം അവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു ഗൈസ്. നമുക്ക് അപ്പൊ കളി ജയിക്കാട്ടെ. ഇപ്പൊ വുഡൻ സ്റ്റിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. കണ്ടേ, വുഡൻ സ്റ്റിക്ക് എടുക്കൂ. ഒന്നാമത്തെ തുറന്നു, പിന്നെ ചെയിൻ കട്ടർ രണ്ടാമത്തേയും തുറന്നു, പിന്നെ റെസിപ്പി അല്ലോക്കി. ഇത് കൊണ്ട് തുറക്കുമ്പോഴേ മനസ്സമാധാനം ഉണ്ട് കേട്ടോ ഗൈസ്. ഇനിയാണ് ഇത് തുറക്കുക. കാർഡ് നമ്മള് പോണാണ് ഗൈസ് ഈ വീട്ടിൽ നിന്ന് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. ഹൊറർ ചേട്ടൻ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഹൊറർ ചേട്ടൻ. അപ്പോൾ ഇവര് ഗ്രാനി എന്നാലും ഇങ്ങോട്ടേക്ക് എങ്ങനെ വന്നു? ഒരു ഡൗട്ടാണ് കേട്ടോ എനിക്കുള്ളൊരു ഡൗട്ടാണ്. ഇവിടെ ചൂയിങ്ങോ കഴിച്ച് ഇവിടെ ഇരിക്കാണ്ട്. ഇത് എൻ്റെ അപ്പം ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വരാം.